എല്ലാവർക്കും നമസ്കാരം. വെൽക്കം ടു മാജിക് റെസിപ്പീസ്. അപ്പോൾ എല്ലാവരും സുഖമായിരിക്കുന്നു, സന്തോഷമായിരിക്കുന്നു എന്ന് തന്നെ വിശ്വസിക്കട്ടെ. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്ന ഒരു വിഭവം സാധാരണഗതിയിൽ നോമ്പുകാലത്താണ് അത് ഉണ്ടാക്കാറ് കൂടുതൽ, ജീരകക്കഞ്ഞി. പക്ഷേ നമ്മൾക്ക് അത്താഴത്തിനും പാൽക്കഞ്ഞി ഉണ്ടാക്കുന്ന പോലെ തന്നെ ഇടയ്ക്കൊന്ന് മാറി പരീക്ഷിക്കാവുന്നതാണ്. അപ്പോൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്ന വിഭവം ജീരകക്കഞ്ഞിയാണ്. ജീരകക്കഞ്ഞിക്ക് വേണ്ടുന്ന ഇൻഗ്രീഡിയൻസ് നമുക്കൊന്ന് പരിചയപ്പെടാം. അതിന് വേണ്ടുന്ന ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഞാനിവിടെ പച്ചരിയാണ് എടുത്തിരിക്കുന്നത്. പശയില്ലാത്ത പച്ചരിയാണെങ്കിൽ അത് നല്ലതാണ്. അല്ലെങ്കിൽ നമുക്ക് ബിരിയാണിക്ക് വേണ്ടി നമ്മൾ എടുക്കില്ലേ ചെറുമണിയായിട്ടുള്ള ജീരകശാല അല്ലെങ്കിൽ ഖൈമ റൈസ് ഒക്കെ, അതെടുക്കാം. ഒരു 250 ഗ്രാമോളം ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട്. ഒരു മുറി തേങ്ങ, മഞ്ഞൾപ്പൊടി 1/2 ടീസ്പൂൺ, ജീരകം 1 ടീസ്പൂൺ, പിന്നെ എടുത്തിരിക്കുന്നത് ആശാളിയാണ്. ആശാളി ഒരു 1/4 ടീസ്പൂൺ. അപ്പോൾ ഇത്രയാണ് വേണ്ടുന്ന ഇൻഗ്രീഡിയൻസ്. ഇത് നമുക്ക് ഉണ്ടാക്കി തുടങ്ങാം. ആദ്യം തന്നെ നമുക്ക് കുക്കർ എടുത്തിട്ട് ഈ അരി ഒന്ന് വേവിച്ചെടുക്കാം. അരി നന്നായിട്ട് കഴുകി വാരിയെടുത്തു. അതിനുശേഷം വെള്ളത്തോട് കൂടി തന്നെയാണ് നമ്മൾ ഇടുന്നത്. നമ്മൾ 1 കപ്പ് അളവ് ആണ് അരി എടുത്തിരിക്കുന്നതെങ്കിൽ അതിനൊരു 3 കപ്പ് അളവിൽ വെള്ളം എടുക്കണം. സാധാരണഗതിയിൽ ബിരിയാണി അരി നമ്മൾ വേവിക്കുമ്പോൾ 2 ഇരട്ടിയാണ് നമ്മൾ വെള്ളം വയ്ക്കുന്നത്. പക്ഷേ ഇതിൽ നമുക്കൊരു കഞ്ഞിയായിട്ടാണ് നമുക്കത് കിട്ടേണ്ടത്. ഇതിൻ്റെ ഒരു ടെക്സ്ചർ കുറച്ച് ഗ്രേവി ടൈപ്പാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് വെള്ളം കൂട്ടിയിടണം. അതിലേക്ക് 1/2 ടീസ്പൂൺ ജീരകവും 1/4 ടീസ്പൂൺ ആശാളിയും ഉപ്പും ചേർത്ത് നമുക്ക് നന്നായിട്ട് വേവിച്ചെടുക്കാം. 3 എയർ വരുന്നത് വരെ നമുക്ക് നല്ല പോലെ വേവിക്കേണ്ടതുണ്ട്. ഈ അരി നന്നായി വെന്തുടഞ്ഞാണ് നമുക്ക് കിട്ടേണ്ടത്. അപ്പോൾ ഒരു 3 എയർ വരട്ടെ, 3 പ്രാവശ്യം വിസിൽ വരട്ടെ. അപ്പോഴേക്കും നമുക്കൊരു കാര്യം ചെയ്യാം. നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന തേങ്ങയുണ്ടല്ലോ, ഈ തേങ്ങയിൽ ജീരകവും മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം. 1/4 ടീസ്പൂൺ ജീരകം, നല്ല ജീരകമാണ് നമ്മൾ ചേർത്തിരിക്കുന്നത്. ചെറുജീരകം ഉണ്ടല്ലോ, അതാണ് ഇവിടെ ചേർത്തിരിക്കുന്നത്. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ഇതെല്ലാം കൂടി ചേർത്ത് നമുക്ക് നന്നായിട്ട് ഇതൊന്ന് ഒതുക്കിയെടുക്കാം. കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് വേണം നമുക്കിതൊന്ന് അരച്ചെടുക്കാനായിട്ട്. ഒരുപാട് പേസ്റ്റ് പോലെ അരച്ചെടുക്കേണ്ടതില്ല. ഇപ്പോൾ എയറൊക്കെ പോയിട്ടുണ്ട്. നമുക്ക് കുക്കറൊന്ന് തുറന്ന് നോക്കാം, അരി വെന്തോ നോക്കാം. കണ്ടോ, നല്ല പോലെ വെന്തിട്ടുണ്ട്, അത്യാവശ്യം വെന്തുടഞ്ഞിട്ടുണ്ട്. ഈ ഒരു അളവിലാണ് നമുക്ക് കിട്ടേണ്ടത്. അരി എപ്പോഴും പശയില്ലാത്ത അരി ആയിരിക്കണം കേട്ടോ നമ്മൾ എടുക്കേണ്ടത്, പച്ചരിയാണെങ്കിൽ കൂടിയും. ഇനി നമ്മൾ അരച്ചെടുത്ത് വെച്ചിരിക്കുന്നത് നമുക്കിതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അരപ്പ് ഈ അരിയിലേക്ക്, ചോറിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഒരു ഗ്രേവി ടൈപ്പാണ് ഈ കഞ്ഞി. കുറച്ചുകൂടെ വെള്ളം ചേർത്ത് കൊടുക്കാം. ആ ജാറിൽ കുറച്ചുകൂടെ വെള്ളം ചേർത്തിട്ട് നമുക്ക് ഈ ചോറിലേക്ക് അരപ്പും വെള്ളം എല്ലാം കൂടി ചേർത്ത് ഒഴിച്ചു കൊടുത്ത് മിക്സ് ചെയ്ത് ചേർക്കാം. ഈ സമയത്ത് ഉപ്പ് വേണമെന്നുണ്ടെങ്കിൽ പാകം നോക്കിയിട്ട് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം. കണ്ടോ, ഈ ഒരു അളവിലാണ്, ഒരു ഗ്രേവി ടൈപ്പായിട്ടാണ് നമുക്ക് ഈ കഞ്ഞി കിട്ടേണ്ടത്. സാധാരണഗതിയിൽ ഇത് നോമ്പ് കാലങ്ങളിൽ ഉണ്ടാക്കുന്ന ഒരു കഞ്ഞിയാണ്. നോമ്പ് കഞ്ഞി എന്ന് പറയുമല്ലോ, ജീരകക്കഞ്ഞി, അത്തരമൊരു ഐറ്റം ആണ്. പക്ഷേ ഇന്ന് നമുക്ക് അത്താഴത്തിനും ഇത് നമുക്ക് ഉപയോഗിക്കാവുന്നതാണ്. രാത്രി കാലങ്ങളിൽ കഞ്ഞി കുടിക്കുന്നവർക്ക് ഒരു ഡിഫറെൻറ്റ് ടേസ്റ്റ് വേണമെന്നുണ്ടെങ്കിൽ ഇടയ്ക്ക് ഇതൊക്കെ ഒന്ന് പരീക്ഷിച്ച് നോക്കാവുന്നതാണ്. വളരെ നല്ലതാണ്. ജീരകവും ആശാളിയൊക്കെ നമ്മുടെ വയറിന് ഏറ്റവും ഉത്തമമായ സംഭവമാണ്. അപ്പോൾ അതുകൊണ്ട് ഒരു കുഴപ്പമൊന്നും ഉണ്ടാവില്ല ഇടയ്ക്ക് ജീരകക്കഞ്ഞി കഴിച്ചു എന്ന് വെച്ചിട്ട്. ഇത്രയേ ഉള്ളൂ ഇതിൻ്റെ പണി. നമ്മളിതെല്ലാം മിക്സ് ചെയ്ത് ചേർത്തു. അരപ്പൊക്കെ ചേർത്ത ശേഷം ഒന്നുകൂടെ തിളപ്പിക്കുക. അതിനുശേഷം ഉപ്പ് നോക്കി അടപ്പ് ഓഫ് ചെയ്തേക്കുക. കണ്ടോ, ഇതാണ് നമ്മളിന്ന് ഉണ്ടാക്കിയിരിക്കുന്നത്. ഒരു ഗ്രേവി ടൈപ്പാണ് നമുക്ക് കിട്ടുന്നത്. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ഉണ്ടാക്കി നോക്കണം കേട്ടോ. ഇഷ്ടപ്പെട്ടാൽ ലൈക്കും ഷെയറും കമൻറ്റും തരാൻ മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണം. അപ്പോൾ അടുത്ത ദിവസം മറ്റൊരു നല്ല വിഭവമായിട്ട് വീണ്ടും നമുക്ക് കാണാം. അപ്പോൾ നമ്മുടെ ചാനലിൻ്റെ കൂടെ എല്ലാവരും ഉണ്ടായിരിക്കണം. ഒരുപാട് സ്നേഹത്തോടെ താങ്ക് യു വെരി മച്ച്.